വട്ടിയൂർക്കാവിലെ സംഘികളുടെ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ഗുണ്ടായിസം കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ നടന്നല്ലോ. ഇന്നലെ 6ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. 20ഓളം പേർക്കെതിരെ വരും ദിവസങ്ങളിലും അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ ഈ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എന്തിനാണ് സംഘികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നവരെ ഒളിവിൽ പാർപ്പിക്കാനുള്ള ഇടമാണോ എന്ന് വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. കാര്യം ആരാധനാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പവിത്രമായ ഇടങ്ങളാണല്ലോ. എന്ത് ഗുണ്ടാ പ്രവർത്തനങ്ങളോ ക്രിമിനൽ പ്രവർത്തനങ്ങളോ നടത്തിക്കഴിഞ്ഞാൽ അവിടങ്ങളിൽ പോയി ഒളിത്താവളമാക്കണമെന്നുണ്ടെങ്കിൽ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ആരാധനാലയം എന്തായിരിക്കണം? കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിലെ ഒരു ക്ഷേത്രത്തിനകത്ത് നിന്നാണ് പോലീസുകാർ 6 പ്രതികളെ ഒളിച്ചിരുന്നവരെ അറസ്റ്റ് ചെയ്തത്. അതിനെ പിന്നെ എങ്ങനെയാണ് അവർ വക്രീകരിക്കാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾ കേട്ടോ. കരമന ജയൻ പറഞ്ഞ പ്രതികരണം നിങ്ങൾ കേൾക്കണം. അതായത് ഗുണ്ടാ പ്രവർത്തനം നടത്തിയവരെ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയവരെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ച് ഒളിവിൽ പാർപ്പിച്ച് ഡോർ അടച്ചിരുന്നു എങ്കിൽ എന്താണ് അത് നൽകുന്ന സന്ദേശം? ഒരു പ്രകോപനവുമില്ലാതെ ഒരു ക്ഷേത്രത്തിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അതിനകത്ത് പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ പോലീസ് കമ്മീഷണറുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ സമാധാനം കാക്ഷിക്കുകയാണ് BJPയുടെ ആഗ്രഹം. സമാധാനം കാക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതൃത്വം എന്ന നിലയിൽ സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് ഉച്ചയ്ക്ക് നടക്കുന്ന ചർച്ചയിൽ ആ ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയ അടിസ്ഥാനം ഞങ്ങൾ ഇറങ്ങി. ആ സമയത്താണ് ഈ അറസ്റ്റ് നടക്കുന്നത്. കേട്ടല്ലോ. നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസവും ആചാരങ്ങളെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം തീർക്കേണ്ട ഇടങ്ങളാണ്. അത്തരം ഇടങ്ങളിലേക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളവരെ പൂജ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം അതിനകത്ത് ഒളിവിൽ പാർപ്പിക്കുന്നുണ്ടെങ്കിൽ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ഈ ക്ഷേത്രങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ദൈവ പ്രതീകങ്ങളൊക്കെ വിശ്വാസമുള്ളതാണോ എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ചില ഗുണ്ടകളെ ക്രിമിനലുകളെ വളർത്തുന്നുണ്ട്. ആ ഗുണ്ടകളെയും ക്രിമിനലുകളെയും എല്ലാം ഇവർ ക്ഷേത്രങ്ങളിൽ ഒളിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതേ രീതിയിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിലും ആവർത്തിക്കപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഈ കഴിഞ്ഞ കുറേ കാലത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കേവലം 2 വീട്ടുകാർ തമ്മിലുള്ള ഒരു അതിർത്തി പ്രശ്നത്തെ എങ്ങനെയാണ് ഇങ്ങനെ വഷളാക്കിയതെന്നും ഈ സംഘം ഈ ക്രിമിനൽ സംഘം എങ്ങനെയാണ് തലസ്ഥാനത്ത് വളർന്നു വരുന്നു എന്നതിനെ സംബന്ധിച്ച് സ്ഥലം MLA കൂടിയായിട്ടുള്ള VK പ്രശാന്ത് പറഞ്ഞ വാചകങ്ങളും വളരെ പ്രസക്തമാണ്. ഇവിടെ ചില ആളുകൾ രാത്രി വന്ന് വീടുകൾ ജനൽ അടിച്ചു പൊളിക്കാൻ നോക്കുക, ഗേറ്റ് അടിച്ചു പൊളിക്കാൻ നോക്കുക, ഭീഷണിപ്പെടുത്തുക.